ഹലോ പത്രമാറ്റിൻ്റെ ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ നവ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അങ്ങനെ നവ്യ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അനാമികയ്ക്ക്. കാരണം അഭി സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്, അവന്തിക നമ്മളുടെ പക്ഷത്താണെന്നും ശത്രുപക്ഷത്തല്ലെന്നും ഒക്കെ. അങ്ങനെയാണ് അനാമികയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. ആ മെസ്സേജ് അയക്കുമ്പോൾ നവീൻ്റെ ഏത് ഭാഗത്താണെന്നൊരു ചെറിയ ഡൗട്ട് തോന്നുകയും നമുക്ക് ഉറപ്പായിട്ടും കണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് വേണുവും അനാമികയും കൂടെ ചേർന്നിട്ട് കാണാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും നവീൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സംശയങ്ങളൊക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടാതെ പോകുമോ, ഈ ഒരു നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില സംശയങ്ങളുണ്ടാകുന്നു. പിന്നീടും അവർ നവീനെ കാണുവാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം, പുതിയ തീരുമാനങ്ങൾ എടുക്കണം, ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വേണു പറയുകയും ചെയ്യുന്നു. പിന്നീടാണെങ്കിൽ നവീനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം എങ്ങനെയെങ്കിലും നന്ദുവിന് വിവാഹം കഴിക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും അനിയും അവന്തിയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടന്നാൽ മാത്രമേ അവരുടെ വിവാഹം നടക്കുകയുള്ളൂ. പിന്നീട് അതുപോലെ തന്നെ നവീന് നന്ദുവിൻ്റെ വീട്ടിൽ വരികയും നന്ദുവിന് വിവാഹാലോചനയൊക്കെ നടത്തുന്നുണ്ട്. അതായത് നന്ദുവിന് വിവാഹം എന്തോ ആയി എന്നൊക്കെ ആൻറ്റി എടുത്ത് ചോദിക്കണം കനികയെടുത്ത്. അപ്പോൾ ഒന്നും ആയിട്ടില്ല മോനെ, ഒരുപാട് ആലോചനകളൊക്കെ വരുന്നു. അപ്പോൾ പറയും നല്ലൊരു പയ്യനുണ്ട് നന്ദുവിന് പറ്റിയ, അപ്പോൾ അതാരാന്ന് പറയും. അത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പറയുന്നു. അപ്പോൾ നവീൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഒന്നുകൂടി ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് വീട്ടുകാരെയും കൂട്ടി വന്നിട്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ഒരു വിവാഹം നടത്തണം. അപ്പോഴേക്കും നന്ദു വരുന്നുണ്ട്. അപ്പോൾ എത്ര നേരമായി നവീൻ മോൻ നിന്നെ കാത്ത് വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നു. നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് പോകുന്നു. ഗോവിന്ദനും ഉണ്ടായിരുന്നു. ഈ സമയത്ത് നന്ദുവിൻ്റെ അടുത്ത് അനി ആ ഒരു വിവാഹകാര്യം പറയുകയാണ്, നല്ലൊരു പയ്യൻ. അപ്പോൾ നന്ദുവിൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എനിക്കിപ്പോൾ വിവാഹം വേണ്ട. പക്ഷേ നവീൻ്റെ മനസ്സിൽ നന്ദുവും അനിയും ചേർന്നിരിക്കുന്ന ആ ഒരു രംഗമാണ്. പക്ഷേ അതൊരിക്കലും നവീന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശനാണെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അനന്തപുരി തറവാട്ടിൽ അതിൻ്റെ ആ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും, അതായത് അനിയും അവന്തികയായിട്ടുള്ള ആ ഒരു നിശ്ചയം. അതുപോലെ തന്നെ അവന്തിക ഇടയ്ക്ക് അച്ഛനെ ഫോൺ ചെയ്യുന്ന നാഗേന്ദ്രനെ. അപ്പോൾ എനിക്ക് എപ്പോഴും അച്ഛനെ വിളിക്കാനോ കാണാൻ വരാനോ പറ്റത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ, ഇവിടെ എന്നെ ആകെ സംശയിക്കും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരൊട്ടും ആ ഒരു വിവാഹ നിശ്ചയത്തിന് സമ്മതമില്ല എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്ന, മോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നീ വിവാഹത്തിന് ഒരുങ്ങിക്കൊള്ളൂ, ആ ഒരു വിവാഹം നടക്കും. അത് മാത്രമല്ല നിനക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എപ്പോഴും വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണണ്ട, അബി എടുത്ത് പറഞ്ഞാൽ മതി, അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കൂടി പറയുകയാണ്. അതുപോലെ തന്നെ പിന്നീടും അനാമികയുടെ ഫോണിലൊക്കെ ഒരു മെസ്സേജ് ചെല്ലുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും പറയുന്നുണ്ട് വേണു, നമ്മളെ സ്നേഹിക്കുന്ന ആരുമാണ് നമുക്ക് വേണ്ടി ഈ ഒരു മെസ്സേജ് അയക്കുന്നത്, ഉറപ്പായിട്ടും ഇത് കണക്കിലെടുക്കണം. കാരണം നമ്മളെ ആരോ അത്രയും സ്നേഹമുള്ളവരാണ് നമുക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു നിശ്ചയം നടക്കാൻ പാടില്ല, ഇത് മുടക്കണം എന്നവർ തീരുമാനിക്കുകയാണ്. മെസ്സേജ് അയക്കുന്ന മറ്റാരും അല്ല, നവ്യയുടെ പരിപാടിയാണ്. അങ്ങനെ ആ ഒരു നിശ്ചയത്തിന് എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നിശ്ചയം എല്ലാം അനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ജാനകി ഭയങ്കര സന്തോഷത്തിലാണ് അവന്തി വിവാഹം നിശ്ചയം നടക്കുന്നതിൽ. അതിൻ്റെ രഹസ്യമായിട്ടാണല്ലോ ഈ ഒരു വിവാഹം നിശ്ചയം. കാരണം മറ്റൊരു വിവാഹത്തിന് നിലനിൽക്കെ തന്നെ ഈ ഒരു നിശ്ചയം രഹസ്യമായിട്ട് ഇങ്ങനെ നടത്തുവാണ്. അപ്പോൾ അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മൂർത്തി മുത്തച്ഛനിങ്ങനെ മോതിരമൊക്കെ എടുത്തു കൊടുക്കാനായിട്ടുള്ള സമയത്താണ് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഈ ഒരു വിവാഹം നടത്താൻ പാടില്ല, കാരണം മറ്റൊരു വിവാഹബന്ധം നിലനിൽക്കെ ഈ ഒരു നിശ്ചയം നടത്താൻ പാടില്ല എന്ന് അനാമിക പറയുന്നു. മുത്തച്ഛൻ പെട്ടെന്ന് ഷോക്കിംഗ് ആയിപ്പോയി. എല്ലാവരും അങ്ങനെ വിവാഹം മുടക്കുവാനായിട്ട് അനാമിക അവിടെ നേരിട്ട് എത്തുകയാണ്. അനാമികയും വേണുവും രേവതിയും കൂടെ നേരിട്ട് ആ ഒരു ചടങ്ങ് സമയത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമാകുന്നുണ്ട്, ബാക്കി എല്ലാവരും ഷോക്കിംഗ് ആയി പോയാണ്. ഒപ്പം ആ ഒരു നിശ്ചയം മുടങ്ങുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെയാണ് നമുക്കിനിയിപ്പോൾ പത്രമാറ്റിൽ കാണുവാൻ കഴിയുന്നത്. പിന്നെ പോലീസ് വേഷത്തിൽ വരുന്ന നന്ദുവിനെയും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും പത്രമാറ്റി മിസ് ചെയ്യരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.